ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതായത് നമ്മുടെ ആധാർ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ആരെങ്കിലും മൊബൈൽ സിം എടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ പറ്റും. ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത്. നമുക്ക് ഇപ്പം ആധാർ നമ്പർ ഇല്ലാതെ നമുക്ക് എന്തായാലും മൊബൈൽ നമ്പേഴ്സ് എന്തായാലും എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മുടെ ആരുടെയെങ്കിലും പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും ആധാർ നമ്പർ വെച്ചിട്ട് സിം എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പം വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞ് www.sanjarsathi.government.in എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് വരും. ഉണ്ടോ, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ടെലികമ്മ്യൂണിക്കേഷന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല ഒരു വെബ്സൈറ്റ് ആണ് സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, വന്നതിന് ശേഷം നമുക്ക് നിങ്ങൾ താഴേക്ക് അത് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ, യൂണിയൻ മിനിസ്റ്റർ ആരാന്നുള്ള അങ്ങനെ കുറേ സെക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഏത് 43.9 ലാക്ക് മൊബൈൽസ് ബ്ലോക്ക്ഡ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ട്രേസ് ചെയ്യുന്നുണ്ട്. റിക്വസ്റ്റ് റിസോൾവ് ചെയ്തിട്ടുണ്ട് അവർ. ഇൻപുട്ട് റിസീവ്ഡ് അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് താഴേക്ക് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്കിത് സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ തന്നെ വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ബ്ലോക്ക് യുവർ ലോസ്റ്റ് സ്റ്റോളൻ മൊബൈൽ ഹാൻഡ്സെറ്റ്, അങ്ങനെ നമുക്ക് നമ്മുടെ എവിടെയും ഫോണുകൾ നമ്മുടെ മിസ്സായി കൊണ്ട് നമുക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നോ മൊബൈൽ കണക്ഷൻസ് ഇൻ യുവർ നെയിം, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ സ്ക്രീൻ കാണിച്ച പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് പോകും. നോ മൊബൈൽ കണക്ഷൻ ഇൻ യുവർ നെയിം. ഓക്കെ, അപ്പം എന്നെ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്യാപ്ച കറക്റ്റായിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യും, അപ്പം നമ്മുടെ ആധാർ നമ്പറിലേക്ക് എന്ത് ചെയ്യും, അല്ലെ ആധാർ നമ്പർ വെരിഫൈ ചെയ്ത് ഇതിനകത്തേക്ക് OTP വരും. അത് ജസ്റ്റ് ഒന്ന് അവിടെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ കൊടുക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ നിന്ന് കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ക്യാപ്ച നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണേ. കാരണം ക്യാപ്ച എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കേസായിരിക്കും എല്ലാവർക്കും. നോക്കി ടൈപ്പ് ചെയ്താൽ മതി. ടൈം ഇഷ്ടം മാതിരിയുണ്ട്. ഓക്കെ, ഞാൻ കൊടുത്തു. എന്നിട്ട് നമുക്ക് വാലിഡേറ്റ് ക്യാപ്ച കൊടുക്കുക. ഓക്കെ, വാലിഡേറ്റ് ആയി. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, OTP. അപ്പം നോക്കിയേ, എൻ്റെ ആധാർ നമ്പർ വെച്ച് 4 സിം എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 1 2 3 4 സിം എൻ്റെ ആധാർ നമ്പർ വെച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ വേണം നമുക്ക് റിപ്പോർട്ട് ചെയ്തയാളെ. നോട്ട് മൈ നമ്പർ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് കൊടുക്കാം. നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. റിക്വയർഡ് എന്ന് പറഞ്ഞ് നമുക്ക് നോട്ട് റിക്വയർഡ് നോട്ട് മൈ നമ്പർ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാം. അപ്പം എൻ്റെ നമ്പർ വെച്ച് അല്ലെ എൻ്റെ ആധാർ നമ്പർ വെച്ച് ഇത്രയും മൊബൈൽ കണക്ഷൻസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇത്. അപ്പം നമുക്കിത് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്മുടെ മൊബൈൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചിട്ട് എത്ര മൊബൈൽ കണക്ഷൻസ് എടുത്തിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് എന്ത് ചെയ്യുക, റെഫർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പാരൻസിന്, നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ കൊളീഗ്സിനെല്ലാം നിങ്ങളൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള ചെറിയ ടിപ്സിന് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നിടം വരെ ഓക്കെ, ബൈ, താങ്ക്സ്.